ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് മറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് സ്വന്തമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മല്ലിച്ചപ്പിൻ്റെ എല്ലാം ആവശ്യത്തിലധികം നമുക്ക് ഈ ഫ്ലേവർ ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടും കൂടെ ഒരു ചെമ്പട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിങ്ക് സാൾട്ടാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കബ്സ മസാലയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു മാഗി ക്യൂബാണ്. പിന്നെ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ഫുൾ ചിക്കൻ വെച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഒരു ചെമ്പട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ നമുക്കൊന്ന് കുത്തിപ്പരിക്കേൽപ്പിക്കണം. അതും നമ്മൾ ആരോടുള്ള ദേഷ്യമാണെങ്കിൽ ആ ചിക്കൻ്റെ മേലെ അങ്ങ് തീർത്തോളുക. മനസ്സിലായോ? ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുത്തിയിട്ട് അതിനെ ഒന്ന് എന്താ പറയുക, നല്ലൊരു പരിവാക്കി മാറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മളെ ചിക്കനെ നമുക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ അതിൻ്റെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ആ മസാലയ്ക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറച്ച് ക്യാപ്സിക്കവും ഉള്ളിലൊക്കെ ഉള്ള ആ മിക്സ് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് തിരുകി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. 2 മണിക്കൂറിന് ശേഷം സെറ്റായി വന്ന ചിക്കനെ നമുക്ക് നേരെ എടുത്ത് സ്റ്റൗവിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. അതേ സെയിം ചെമ്പട്ടിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 30-45 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇടയ്ക്കൊന്ന് തിളച്ച് വന്ന സമയത്ത് ഞാനൊന്ന് നാമച്ച് നോക്കുമ്പോൾ അതിൽ ഉപ്പ് ഒരല്പം കൂടുതലായി പോയി കേട്ടോ. നമ്മൾ മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മളെ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്തായാലും ഇതിൻ്റെ ഒരു അല്പം ഉപ്പ് അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ മസാലക്കൊരു തിക്നെസ് ആയിക്കോളും. ഒന്നിങ്ങോട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ടേസ്റ്റാണ് ഉരുളൻകിഴങ്ങ്. എനിക്ക് പിന്നെ എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒറ്റ കൈയിലുകൊണ്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇടയിൽ നടക്കാത്തത് കൊണ്ട് ഞാൻ ആ പരീക്ഷണം അവിടെ നിർത്തിയിട്ട് 2 കൈയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മറിച്ചിടാൻ ഒരുങ്ങി കേട്ടോ. അതും ഒരു ഇത്തിരി വലിയ ടാസ്ക് തന്നെ ആയിരുന്നു. പൊട്ടാതെ ഇങ്ങോട്ട് കിട്ടണമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്നൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. മസാലകളൊക്കെ ഒന്നിട്ടിട്ട് ചിക്കൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. വീട്ടിലിതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നല്ല മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറഞ്ഞാൽ മസ്റ്റാണ് മക്കളെ. ഭയങ്കര കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ പൊറാട്ടൻ്റെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ പത്തിരിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെയും കൂടി നല്ല കിടിലൻ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നെയ്ച്ചോർമക്ക് പോയാലും കുഴപ്പമില്ല, നല്ല സെറ്റ് സാധനമാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാനിത് കാണുമ്പോൾ എൻ്റെ വായിൽ നല്ല പോലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇത് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കണം ഇങ്ങനെയൊക്കെ. ഇനി നമുക്കതിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് നേരെ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് നിൽക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ ലേശം ഈ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് അതും എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ നമുക്ക് മല്ലിച്ചപ്പിൻ്റെ ഇല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളെ കയ്യിൽ തീർന്നു പോകുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. എന്നാൽ നല്ല കിടിലൻ ഫ്ലേവറായിട്ട് തന്നെ കിട്ടിക്കോളും. ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് വിവരം അറിയിക്കണം കേട്ടോ. നമുക്ക് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ ഇതിന് ഞാൻ പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പേര് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിദഗ്ധരൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പേര് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ.
ഇതിന് പേര് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് സാധാ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ പോണത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. ഇത്തിരി കാത്തിരിപ്പൊക്കെ ആവാം അല്ലേ, ഇത് വേവണ വരെ നമ്മൾ കാത്തില്ലേ. അപ്പം ഇനി ഇത് ആറുന്ന വരെയും കൂടെ നമുക്കൊന്ന് കാക്കാം അല്ലേ.